ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിലുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മൾ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെന്നൊരു കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക, അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓരോരുത്തരും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള സമയം പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. വൃശ്ചികൻ രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്. അതുപോലെ ഇവിടുത്തെ നാള് നോക്കിക്കഴിഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കേട്ട. വിശാഖത്തിന്റെ ഒരു കാൽഭാഗം, ഒടുവിലത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇത്ര നാളുകളാണ്. അപ്പൊ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രാധിപൻ ചൊവ്വാണെന്ന് പറഞ്ഞു. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, രാഹുകർമ്മയാണ്. അതുപോലെ അനിഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്ന സൂര്യകർമ്മയാണ്. തൃക്കേട്ട നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രകർമ്മയാണ്. അപ്പൊ ഈ ഒരു കർമ്മയുടെ അനുസരിച്ചൊക്കെ ഇവർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളെ, സ്വഭാവ വ്യതിയാനങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പറ്റാനുള്ള ഒരു സാധ്യത. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാടയായിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേഷ്യം, പിടിവാശി അങ്ങനെയൊക്കെ ഉള്ളൊരു കാണാനുള്ള ഒരു സാധ്യത കൂടുതൽ. മാത്രമല്ല വ്യാഴം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശാഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനെ, രാഹുവിന്റെ ആയിട്ടുള്ള ഒരു നേച്ചറ്, രാഹു എന്ന് പറഞ്ഞാൽ ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടറെ, അല്ലെങ്കിൽ വ്യാഴം എന്നുള്ള ഡിസിപ്ലിനെ, ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാനുള്ളത്.
അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. അതുപോലെ അനിഴമാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ശനി കർമ്മ, ശനിയുടെ ആയിട്ടുള്ള ഒരു മടിക്ക് അല്ല ഡിലേ അല്ലെ കാര്യങ്ങളെ അല്ലെ അങ്ങനത്തെ ഒരു മടി. അതുപോലെ സൂര്യൻ നോക്കുമ്പോൾ ഹൈ എനർജിയാണ്, അതോറിറ്റി, ലീഡർഷിപ്പ്, അങ്ങനെയൊക്കെ ഉള്ളത്, പൊളിറ്റിക്കൽ ഈഗോ, ഇങ്ങനെയൊക്കെ ഉള്ള പല കണക്ടിവിറ്റി ഇപ്പൊ സൂര്യനുമായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മിക്സഡ് കോമ്പിനേഷൻ. അപ്പൊ ചൊവ്വായും സൂര്യനും ഒക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ഹൈ എനർജിയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വായ പോലീസ്, പട്ടാളം, മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനല്ലെന്ന് ഒരു അഡ്മിനിസ്ട്രേഷനൊക്കെ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അങ്ങനെയൊക്കെ ഉള്ള സെക്ടറി വർക്ക് ചെയ്യാൻ പൊളിറ്റിക്കലി ഉള്ള രീതിയിലുള്ള താല്പര്യങ്ങൾ അല്ലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ഈ കർമ്മ വെച്ചിട്ട് തന്നെ കൂട്ടി വായിക്കാൻ പറ്റും. പക്ഷെ എന്നതിൽ നമ്മുടെ ബർത്തിയായിട്ടുള്ള ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റിയാണ് ഇമ്പോർട്ടന്റ്. ഇതൊരു ആമുഖം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പൊ തൃക്കേട്ട നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ്, അതുപോലെ ചന്ദ്ര കർമ്മയാണെന്ന് പറയാം. അപ്പൊ ബുധന്റെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. അപ്പം ഈ ഒരു ബുധനുമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതുപോലെ ബിസിനസ് അല്ലെന്ന് വരില്ല എന്തെങ്കിലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം വരാൻ, അതുപോലെ ചന്ദ്രൻ ഫുഡ് ഇൻഡസ്ട്രി അല്ലെ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ, അല്ലാതെ കുക്കിങ്ങിന് ഇഷ്ടം, അല്ലെ കൃഷിയോട് ഇഷ്ടം, അതുപോലെ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ നല്ല ആഹാരം ഇഷ്ടം, അങ്ങനെ പല രീതിയിലാണ് ഇത്. അതായത് അവരുടെ അപ്ബ്രിങ്ങിങ്, ജനിച്ച് വളരുന്ന ആ സാഹചര്യത്തിന്റെയും അവരുടെ ആ ഒരു രീതിയിലുള്ള ഒരു കോമ്പിനേഷനും എല്ലാം ആ ഒരു അതുകൂടെ നമ്മൾ നോക്കണം. അപ്പൊ ഈ ചൊവ്വാടായിട്ടുള്ള ഒരു ദേഷ്യം, ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു നാളിന്റെ ഒക്കെ കൂടെ കുട്ടി വായിക്കാൻ പറ്റുമെന്നുള്ളതുകൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാനോ, അങ്ങനെ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും കടം കൊടുത്ത് തിരിച്ചു കിട്ടാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെ, അതുപോലെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് ജോലിയുടെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ മാറാന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എന്തെങ്കിലും പൈസ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്ന കാര്യം, അല്ലെന്ന് വലിയ ബാങ്കിൽ എന്തെങ്കിലും ലോണിന് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ലോണ് കിട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അല്ലെ ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ആരെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കാൻ, അല്ലെ ബാങ്കിങ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയം. മാത്രമല്ല ജോബ് റിലേറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ജോബിന്റേതായിട്ടുള്ള രീതിയിലുള്ള പല രീതിയിൽ ഇവർക്ക് സക്സസ്, അതുപോലെ സക്സസ് ഫ്രം ദ ബിസിനസ്സിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാക്കാൻ, ബിസിനസ്സിൽ നിന്ന് ഒരു ഉയർച്ച, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ എഗ്രിമെന്റ് കിട്ടാൻ, കരാറുകൾ കിട്ടാനുള്ള സാഹചര്യം, അതുപോലെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു അനുകൂലമായിട്ട് വരാന്, അല്ലെങ്കിൽ പുതിയ ബിസിനസിന്റെ കരാറുകൾ കിട്ടാന്, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരിക അവർക്ക് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണെന്ന് വരി അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ആ ജോബ് കൺഫേം ചെയ്യാന്, അപ്പൊ അങ്ങനെ ജോലി കിട്ടാൻ എടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ ജോലി സ്ഥലത്തു നിന്നല്ല റെസ്പെക്ട് കാര്യങ്ങള് എല്ലാം ഉള്ള അനുകൂലമായിട്ടുള്ള സമയം. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ 19-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനേ, അല്ലെന്നൊരിയിൽ എന്തെങ്കിലും ഒരു വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ ഉള്ള വൈഫ്, ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കണ്ടുമുട്ടാനേ എടുക്കാനേ ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് 19-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഹസ്ബൻഡ് ആയാലും വൈഫായാലും നല്ല റിലേഷൻഷിപ്പ് തുടരാന്, അല്ലെന്ന് വരിയില്ല എന്തെങ്കിലും സൗന്ദര്യപ്പണൊക്കെ ഉള്ള ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും, പഴയ ഊഷ്മളത തിരിച്ചു കിട്ടാനും, അതേമാതിരി ബിസിനസ് പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരില്ല അതാണെങ്കിലും ഇതേമാതിരി പറഞ്ഞു തീർക്കാന്, പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനെ കിട്ടാൻ, അപ്പം പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറ്, അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഈ ഒരു ഉയർച്ച വരാനും, അതുപോലെ കടം കൊടുത്ത പൈസ എന്തെങ്കിലും നമ്മൾ ലോങ് ടൈം ക്രെഡിറ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് അവര് ചിലപ്പോൾ എഴുതി തള്ളേണ്ടതായിട്ടുള്ള സാഹചര്യം വരാറുണ്ട് നമ്മുടെ ഓഡിറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത്. അങ്ങനെയൊക്കെ ഉള്ള പൈസ നമുക്ക് തിരിച്ചു കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ. അതുപോലെ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും പല രീതിയിലുള്ള ആത്മസാക്ഷാത്കാരം, നല്ല സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഒരു 19-ാം തീയതി കഴിയുമ്പോഴത്തേന് അനുകൂലമായിട്ടുള്ള വരാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ഇവർക്ക് ഇപ്പൊ ചില ആൾക്കാർക്ക്
വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറാൻ എടുക്കാന്, അതെല്ലാം ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാന്, ലോങ് ജേർണി നടത്താന്, ഉല്ലാസ യാത്രകൾ നടത്താന്, അങ്ങനെയൊക്കെയുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് വിവാഹം വരാനുള്ള സാധ്യത, ഈ പറഞ്ഞ മാതിരി നല്ല പ്രണയബന്ധങ്ങള്, നല്ല ഊഷ്മളമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ ഊഹക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിറ്റ്കോയിന് അല്ലെ ക്രിപ്റ്റോ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ പൊതുവെ ഈ ഒരു രാശിക്കാർക്ക് അത്ര മോശമല്ല. പിന്നെ നമുക്കിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. അപ്പൊ അത് 4 സ്റ്റാർ കൊടുത്തേക്കുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ട്രാവല് 3, പിന്നെ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 4, പിന്നെ അതുപോലെ റൊമാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3, ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3, സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 3. അപ്പൊ ഈ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കറിയാൻ പറ്റുള്ളൂ. ആരായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമായാലും ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.